നമ്മുടെ ഫുഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു സെറമണി ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ സെറമണി. അപ്പോൾ അവർ ഫുഡ് ഓപ്പൺ ചെയ്യുവാണ്. ഇങ്ങനെ ഈ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളാണല്ലോ ഇവന്മാരെല്ലാം. പക്ഷേ എനിക്ക് വീഡിയോയിൽ ഇവരുടെ മുഖം കാണിക്കാൻ പറ്റില്ല. കാണുന്ന ഇവിടെ ഉള്ള സ്ത്രീകൾ കണ്ടില്ലേ, വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം നല്ല പൊക്കമുണ്ട് കേട്ടോ സ്ത്രീകൾക്ക്. ഹലോ ഫ്രണ്ട്സ്, ചിങ്ങനമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സ്വാഗതം പറയുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം കൂടി, എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്, നിങ്ങൾക്കറിയാമല്ലോ പണ്ടത്തെ എപ്പിസോഡൊക്കെ കണ്ടവർക്ക്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയാണ് കേട്ടോ, ഈ കാണുന്ന റൂമിലാണ് സ്റ്റേ ചെയ്തത്. ഇത് ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ ഇതുപോലത്തുള്ള റൂമുകളിലാണ് കേട്ടോ ആളുകൾ കിടക്കുന്നത്, ഡ്രസ്സുകൾ വരുമ്പോൾ കിടക്കുന്നത്. ഇവിടെ വാഷ്റൂമുണ്ട്. ഞാനൊന്ന് പുറത്തോട്ട് പോയി നോക്കട്ടെ. നല്ല വെയിലുണ്ടല്ലോ, രാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ. പുറത്തോട്ട് ഇവിടെയാണ് കേട്ടോ, നമ്മൾ ഈ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഫുഡ് വരും കേട്ടോ. ഇന്നലെ രാത്രി 10:30 വന്ന ഫുഡാണ്. ഡിന്നർ കഴിച്ച് വന്നപ്പം വീണ്ടും 10:30 ആയപ്പം ചായ, കുറേ ഫ്രൂട്ട്സ്, നട്ട്സ്. അഫ്ഗാൻ ആദ്യത്തെ മര്യാദ, അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവർ അത് വേറെ ലെവലാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ ഇവരുടെ കൂടെയൊക്കെ പോയി പല സ്ഥലത്ത് പോയപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു. പാവപ്പെട്ടവരുടെ വീട്ടുകളിലായാലെങ്കിലും അവരൊരുക്കുന്ന ഒരു വലിയൊരു തീന്മേശ അല്ലെങ്കിൽ തറയിൽ ഒരുക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോഴത്തെ വീഡിയോകളിലൊന്നും എനിക്ക് എൻ്റെ പല സുഹൃത്തുക്കളായി പല കാര്യങ്ങളും കാണിച്ചു തരാൻ പറ്റില്ല, അതിലേക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ അവരുടെ സാധനം ഇട്ടു കേട്ടോ, പുതിയ ഡ്രസ്സ്. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ വാങ്ങിച്ച തൊപ്പിയാണ്. കറക്റ്റ് എന്നെ കാണുമ്പോൾ ഒരു താലിബാനെ പോലെ തോന്നും കേട്ടോ. ഈ കാണുന്ന സാധനം താലിബാനെ പോലെ തോന്നും. ഒരു തോക്കൂടെ വെച്ചാൽ കറക്റ്റ് താലിബാനാണ് കേട്ടോ. ഇനി രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത് നമ്മുടെ സാധാരണ ഇവർ ഉപയോഗിക്കുന്ന ക്രീമാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ക്രീം. ഈ കാണുന്നത് അഫ്ഗാനിൽ പൊതുവെ ഉപയോഗിക്കും. പിന്നെ ഇത് ഇവരുടെ നമ്മുടെ ബ്രെഡ്. ഇവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് കേട്ടോ. എന്റെ കൂട്ടുകാരൻ പറയാണ് കേട്ടോ, ഇത് തന്തൂരിയാണ് കേട്ടോ. ഇതാണ് അഫ്ഗാനി ബ്രെഡാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. എന്റെ മോളോ ഞാൻ ബ്രെഡുണ്ട്. ഇതെല്ലാം ഇത് കാണുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ക്രീമാണ്. ഇത് നാച്ചുറല്, ഇത് ഫാബ്രിക്കേറ്റഡ്. ഇവിടെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് ഓരോ ആൾക്കാർ ഇവിടെ തന്നെ ചെരുപ്പൊക്കെ തിളക്കി മിനുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെ ചൂട് കേട്ടോ. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വണ്ടി ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. എയർ വെച്ച് ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ബഗലാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. നമ്മളിനി നമ്മുടെ ഒരു സെറമണിയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ധാരാളം ആളുകളൊക്കെ വരും കേട്ടോ. അതായത് മരിച്ചതിൻ്റെ 7ാം ദിവസം എന്താണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു സെറമണി ആണെന്ന് തോന്നുന്നു. ഇവിടെ എന്താ പഞ്ചറൊട്ടിക്കാണോ, പയ്യന്മാരെന്തൊക്കെ ചെയ്യുവാണ് കേട്ടോ വണ്ടിയിൽ. ഏതോ വില്ലേജിൽ കൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. റോഡൊക്കെ ബ്ലോക്ക് ആണല്ലോ. ഇന്നലെ വന്നപ്പോൾ ഇതിലേക്കൂടെ വന്ന് കാണിച്ചു തന്നിരുന്നു കേട്ടോ. നൈസ് ആ മൗണ്ടൻ റീജിയൻ നോക്കിക്കേ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അഫ്ഗാനിൽ ധാരാളം ഇതുപോലുള്ള മലനിരകൾ ധാരാളം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഇവരുടെ ഒരു അവരുടെ റൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കഴിച്ച ഇതിൻ്റെ ചോറാണ് കേട്ടോ. ഇതിൻ്റെ അരിയിലുള്ള ഇതാണ് കഴിച്ചത്. അവിടെ മലകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇത് വെറും ഒരു നോർമൽ ലോക്കൽ വില്ലേജ് ആണ്. ഇവിടെ ഒരു നമ്പർ 1 കാറൊക്കെ കിടക്കുവാണല്ലോ. ഇവിടെ ആക്ച്വലി കാറിന് നമ്പർ പ്ലേറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു സ്ഥലത്തും. അങ്ങനെ ഞാൻ നമ്മുടെ പരിപാടിക്ക് വന്നതാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഇതൊരു പള്ളി എന്താണ്, ഇവിടെയാണ് എല്ലാവരും ഗ്യാതറിങ്ങിനായിട്ട് വരുന്നത്. فربك
പോകുന്ന ആളുകളെല്ലാം വിട പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. മരിച്ച ഫാമിലിയിലെ കുടുംബാംഗങ്ങളുടെ അടുത്ത് വിട പറഞ്ഞിട്ട് പോകുന്ന കാഴ്ചയാണ്. ഉള്ള എല്ലാ ആൾക്കാരും വിടിയാണ് കേട്ടോ. ലാസ്റ്റ് അവസാനത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് ഇടാൻ പാകത്തിന് വേണ്ടി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പള്ളിയിൽ നിന്ന് വിട പറഞ്ഞിറങ്ങുവാണ് കേട്ടോ. എല്ലാവരും ബൈ പറഞ്ഞിറങ്ങുവാണ്. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ വന്ന ആൾക്കാരാണ്, അവരുടെ ആളുകളാണ് കേട്ടോ. ഇതെല്ലാം ഐസ്ക്രീം വിറ്റുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത്. ഞാൻ കിച്ചണിൽ പോയിട്ട് ആഹാരത്തിൻ്റെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നേ. ഇവിടെ ഓൾറെഡി വന്നതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കിച്ചൻ്റെ ഭാഗം. ഇവിടെ ആളുകൾ വന്നിരുന്ന് കഴിക്കാനൊക്കെ ഉള്ളവരോ. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. ഇവിടെ പാത്രങ്ങൾ, ഓരോ പാത്രങ്ങളായിട്ട് ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുക അവർ. എല്ലായിടത്തും കാബൂലി പുലാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവർ സ്റ്റീം ചെയ്യുകയാണ്, ചൂടാക്കുവാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇതെല്ലാം ഇവർ ചൂടാക്കിക്കൊണ്ടിരിക്കുക കാബൂലി പുലാവ്. അസ്സലാമു അലൈക്കും. കൊള്ളാം കേട്ടോ സംഭവം. ഇവിടെ പിന്നെ കറി കുഫ്ത, ഈ കാണുന്നത് നമ്മുടെ കുഫ്തയാണ്. കുഫ്ത തിളച്ചുകൊണ്ടിരിക്കുക. മീറ്റ് ബോൾസ് ആണ് കേട്ടോ, മീറ്റ് ബോൾസ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള നാണ്, നമ്മുടെ റൊട്ടി അവിടെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് ഗസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്താണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് തരുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ വീടാണ് കേട്ടോ. വീട്ടിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി ഒരു സ്ഥലം അറേഞ്ച് ചെയ്യുന്നതാണ്. സാധാരണ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ പാർക്ക് ഗാർഡനാണ്. ഗാർഡൻ എന്താ മുന്തിരി, അവരുടെ വീട്ടിൻ്റെ അകത്തുള്ള കൃഷിയിടമാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. സ്ത്രീകൾക്കും ഇതേപോലെ പരിപാടിയുണ്ട്. സ്ത്രീകൾക്ക് നടക്കുന്നത് വേറെ സ്ഥലത്താണ് ഫാത്തിയ. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളൊക്കെ എന്ന് പറയുമ്പം 3-ാം ഫാത്തിയ, 7-ാം ഫാത്തിയ, 40-നൊക്കെ ഇതെടുക്കൂലേ, ചടങ്ങെടുക്കൂലേ ഫാത്തിയ. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാം ഇല്ല. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമല്ലോ ഇവരുടെ മരിച്ച സ്ഥലത്തും വെച്ച് നടത്തി, പിന്നെ ഇവിടെയും വെച്ച് അവർ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ. നമ്മുടെ ഫുഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു സെറമണി ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ സെറമണി. അപ്പോൾ അവർ ഫുഡ് ഓപ്പൺ ചെയ്യുവാണ്. ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ കൂടെ അവർ സെർവ് ചെയ്യും ഓരോ ഇതായിട്ട്. അതിൽ മീറ്റ് ആയിരിക്കും ഇനി. ആട്ടോ പുള്ളി കാബൂലി പുലാവ് ഈ സാധനം മിക്സ് ചെയ്യുവാണ് കേട്ടോ. താഴെയാണ് ഇതിൻ്റെ അടിയിൽ ബീഫും കാര്യങ്ങളൊക്കെ. എന്നെ എല്ലാവരുടെ അടുത്തും പരിചയപ്പെടുത്തി കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ള വില്ലേജ് ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഇവരെന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. Thank you so much. Thank you. How many people you are looking strange? Can you tell me about your identity? I'm from India. India? Yeah, I'm traveling. Check out. Nice to meet you. Nice to meet you too. Traveler? Yeah. 117. ഇവിടെ അവർ പൊക്കി വെയിലായോണ്ട് വേറെ സ്ഥലത്തോട്ട് മാറ്റുവാണ്. ഇവിടെ നമ്മുടെ ഫ്രൈസും ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടാറ്റോയുടെ ഫ്രൈസാണ്. ഇവിടെ ഇതിൽ കുക്ക് ചെയ്ത മീറ്റെല്ലാം അവർ വേറൊരു സാധനത്തിലോട്ട് മാറ്റുവാണ്. മീറ്റെല്ലാം ഇവിടെ എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ട് കേട്ടോ. ഓരോ ആൾക്കാർ വന്നിട്ട് പറയാണ് ഞാൻ വേറെ വെള്ളം കൊണ്ടുവരട്ടെ, തണുത്ത വെള്ളം കൊണ്ടുവരട്ടെ. ഭയങ്കര ഇത് എല്ലാവരും എന്നെ ഒരു അന്യഗ്രഹ ജീവിയല്ല, എന്നെ ഭയങ്കര ഒരു നല്ല ഇതുപോലെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി ഇതാ അവർ പുലാവ് കൊണ്ടുവന്നു, അതിൽ കുറച്ച് ഫ്രൈസ് വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡും കൂടെ വെക്കും കേട്ടോ. അങ്ങനെയാണ്. ഇനി അതിൽ മീറ്റ് വിടും. നമ്മുടെ പുലാവിന് വേണ്ടിയുള്ള മീറ്റ് ബോൾ അവർ വേറൊരു ഇതിലാക്കുവാണ്. അതാണ് കേട്ടോ ഇവിടെ. ഇവിടെ നിന്ന് പുലാവ് സർവ് ചെയ്ത് പോവാണ്. മീറ്റ് ബോളല്ല, മീറ്റ് സ്റ്റൂവോ, അതായത് മീറ്റിൻ്റെ ഇതും കുറച്ച് കൊഴുപ്പും കുറച്ച് കറി പോലെ ആയിട്ടുള്ള ഒരു സംഭവമാണ് പുലാവിൻ്റെ കൂടെ ആണെങ്കിൽ കഴിക്കാൻ. ഇങ്ങനെയാണ് കേട്ടോ ഇവർ സർവ് ചെയ്യുന്നത്.
കണ്ടില്ലേ, അതിൽ കുറച്ച് ഇറച്ചി വെക്കുന്നു. ഇറച്ചിയുടെ ഫ്രൈസ്, പിന്നെ ഇത് ഒരു സർക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുട്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ടോ, മദ്രസയിൽ നിന്ന് വന്ന കുട്ടികൾ, പിന്നെ അല്ലാത്ത ഇവിടെ ആൾക്കാർ, പിന്നെ വലിയ വില്ലേജ് ആൾക്കാരെല്ലാം ഇവിടെ വന്നിരിക്കും കേട്ടോ. ഇനി ഇവിടെ അവർ ഭക്ഷണം കൊണ്ടുവന്ന് തരും. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇത് ആണുങ്ങളുടെ സൈഡാണ്. സ്ത്രീകളുടെ സൈഡിലും ഇതുപോലെ ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ആ ഭാഗ്യമില്ലാതായിപ്പോയി. ഇവിടെ നമ്മുടെ പായ വിരിക്കുന്നു കഴിക്കാനായിട്ട്. Deve la forma que desafio. Deve a forma que. Ваши нули вечерка, ваша камера. Я бы говорил. Да, да, да. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇവിടെ പറയുവാണ്. നമ്മളിനി തിരിച്ചു പോവാണ്. വെയിലാണ് സഹിക്കാൻ വേണ്ടി പറ്റാത്തത്. ഈ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളാണല്ലോ ഇവന്മാരെല്ലാം. പക്ഷേ എനിക്ക് വീഡിയോയിൽ ഇവരുടെ മുഖം കാണിക്കാൻ പറ്റില്ല. നമുക്കിനി ഒരു ഐസ്ക്രീം ആവാം കേട്ടോ. ഇനി തിരിച്ച് ത്തോട്ട് പോവാണ് കേട്ടോ. തോക്ക് ബ്രോ, ഗിവ് മീ ദിസ് ആസ് ഗിഫ്റ്റ് ബ്രോ. As a gift? Yeah. No. ഞാൻ പറഞ്ഞത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം കേട്ടോ. നമ്മളങ്ങനെ ഓരോ ചെക്ക് പോയിന്റുകളും കടന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ കുറേ ചെക്ക് പോയിന്റ് ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴി കൂടുതലാണല്ലോ ചെക്ക് പോയിന്റുകൾ. ഓരോ ചെക്ക് പോയിന്റുകളും കുന്ദൂസ് പ്രൊവിൻസിലോട്ട് കയറുവാണ്. കുന്ദൂസ് പ്രൊവിൻസിൽ അവിടെ ചെക്ക് പോയിന്റാണ്. നമ്മളങ്ങനെ കുന്ദൂസിൽ എത്തിയിട്ടുണ്ട്. 2022 അഫ്ഗാനിസ്ഥാനിൽ വന്നപ്പോൾ ഞാൻ ആദ്യം വന്ന നഗരം ഈ കാണുന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എത്തിയ നഗരം ഇവിടെ ആയിരുന്നു, കുന്ദൂസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ പോയ തജിക്കിസ്ഥാനാണ്. തജിക്കിസ്ഥാനിൽ നിന്ന് നേരെ വരുമ്പോൾ കാണുന്ന ആദ്യ നഗരമാണ് കുന്ദൂസ് എന്ന് പറയുന്ന നഗരം. ഫുള്ള് ഇതാണ്ട് ഇവരുടെ കലിമയുടെ ഫ്ലാഗ്, നമ്മുടെ എമിറേറ്റ്സ് ഓഫ് പുതിയ രാജ്യത്തിൻ്റെ ഇവരുടെ ഫ്ലാഗാണ് കേട്ടോ ഇവിടെ ഫുള്ള് കാണുന്നത്. നല്ല തിരക്കുണ്ട്. ഇവിടെ ഉള്ളൊരു റൗണ്ട് ബോട്ടാണ്. ഇവിടെ കടയിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വെള്ളം, ഐസ്ക്രീം, വേറെ കുറേ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ കുറേ സ്ത്രീകളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഫുള്ള്. സ്ത്രീകൾ വരുമ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമുട്ടാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. സ്ത്രീകൾ കുറേ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തുണ്ട് കേട്ടോ. കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഇത് കണ്ടു, കേരളത്തിലൊരു ന്യൂസാണ്. ഇവിടെ വരുന്ന ഒരു ബുർക്ക ധരിച്ച് വരണമെന്നൊന്നുമില്ല കേട്ടോ. അത് ട്രാവലർ ആയാലും ആരായാലും ബുർക്ക ധരിച്ച് ഇവിടെ വരണമെന്നൊന്നുമില്ല. സാധാരണ ഡ്രസ് ഇട്ട് വന്നാലും മതി. പിന്നെ റെസ്പെക്റ്റ്ഫുൾ ആവാൻ വേണ്ടി ഒന്ന് തലയിൽ ഒരു ഷോൾ ഇടണം. അത് നല്ലതാണ്. തലയിൽ ഷോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ താലിബാൻ ചോദിച്ചേക്കാം, അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കാം. തന്നെ ഇപ്പം പോകുന്ന ആ പെൺകുട്ടികളെ കേട്ടോ. ആ പെണ്ണ് ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് നിന്നതാണ്. വെറുതെ ഒരു ഷോൾ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കുറേ പേര് മാസ്ക് ധരിക്കുന്നുണ്ട് കേട്ടോ. മാസ്ക് ധരിച്ചിട്ടാണ് കുറേ പേര് പോകുന്നത്. മാസ്ക് ധരിക്കേണ്ട ആവശ്യം അങ്ങനെ അധികം ഇല്ല കേട്ടോ. മാസ്ക് കാബൂളിൽ പക്ഷേ പോയാൽ മാസ്ക് ധരിക്കാത്ത പെൺകുട്ടികളെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ എല്ലാവരും മാസ്ക് ധരിക്കുന്നുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യത്തിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രശ്നമുണ്ട് കേട്ടോ. ഞാനിപ്പം ഇത് പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കാണിക്കുന്നതല്ല, ഞാൻ പറയുകയാണ് കേട്ടോ. നാട്ടിൽ പല ആളുകളും പല രീതിയിലാണ് എടുക്കുന്നത്. ഇവിടെ ഒരു യാത്രികരായിട്ട് വരുമ്പോൾ ആണായാലും പെണ്ണായാലും സുഖമായിട്ട് യാത്ര ചെയ്യാം. അതിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും നേരിടില്ല. ഇവിടെ എല്ലായിടത്തും കുറെ മുന്തിരി ഉണ്ടല്ലോ. മുന്തിരി കാണുന്ന ചിപ്സ് നമ്മൾ വാങ്ങിച്ചത് 300 രൂപയാണ് കേട്ടോ. 300 രൂപയാണ് നമ്മുടെ നാട്ടിലെ പൈസ വരുന്നത്. നല്ല വില ഉണ്ടല്ലോ ഇവിടെ. മോജിച്ചോ, ഹൗ മച്ച് വാസ് ദിസ് ബ്രോ? 120. എൻ്റെ 250 200 രൂപ അടുപ്പിച്ച് വരും കേട്ടോ ഇതിന്റെ വില. ഇതിന് 300 രൂപ അടുപ്പിച്ച്. ഹൗ മച്ച് ഫോർ റെഡ് ബുൾ? 180. 180. 150 എന്ന് പറയുമ്പം അതും ഒരു 300-320 രൂപ അടുപ്പിച്ച് വരും. فجيل ده كله كاركي خارك ഇവിടെ എല്ലാവരും ഇവിടെ പുഴയിൽ നോക്കിക്കേ, വെള്ളത്തിൽ നിന്ന് കാറും കൊണ്ടുപോയി ആളുകളൊക്കെ കൊണ്ടുപോയി കളിക്കുകയാണ് കേട്ടോ. അടുത്ത ചെക്ക് പോയിന്റ് അവിടെ മനോഹരമായിട്ടുള്ള വ്യൂ നിന്ന് ഇപ്പൊ എടുക്കുന്നുണ്ടോ നമ്മുടെ സുഹൃത്ത് കേട്ടോ. നമ്മുടെ വ്യൂ മനോഹരമായിട്ടുള്ള വ്യൂ. നമ്മൾ ഇതിന്റെ ഇടയിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഫുള്ള് നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ ഫ്ലാഗ് ആണല്ലോ. അവിടെ നമ്മുടെ എമിറാത്തിന്റെ ഫ്ലാഗ്, ഇവിടെ ഫുള്ള് കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ്. അവിടെ അപ്പുറത്ത് നമ്മുടെ ചൈനയുടെ ഫ്ലാഗ് ആണ് കേട്ടോ. ഇവിടെ എന്താ ബ്രെഡ് എന്താ വിൽക്കുന്ന കടയാ. അസ്സലാമലൈക്കും ജൂടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ ഫ്ലാഗ് അല്ലേ. ഞാൻ ഇന്നാണെങ്കിൽ ഒരു വില്ലേജിൽ കൂടെ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഒരു വീട്ടിൽ സെലിബ്രേഷൻ എന്തോ നടക്കുന്നുണ്ട്. മറ എന്തോ വേണ്ടി അവരുള്ളത് ഫുള്ള് ഇന്ത്യൻ ഇത് കേട്ടോ. അതായത് ഇന്ത്യയുടെ കൊടിയുള്ള വലിയൊരു ബാൻഡ് കേട്ടോ. അത് ഫുള്ളായിട്ട് അവിടെ ഉണ്ട്, ഇന്ത്യയുടെ കൊടിയുള്ള സാധനം. അതായത് ഈ പല പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് അവര് ഓരോ രാജ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ ഫ്ലാഗ് വല്ല പരിപാടിയൊക്കെ കിട്ടൂല, അതൊക്കെ ഇവര് വലിച്ചുകൊണ്ട് അവരുടെ വീട്ടിലുണ്ട്. അങ്ങനത്തെ സംഭവം. വേറെ കുറെ സ്ട്രീറ്റ് ഫുഡുകൾ, പല സാധനങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ സവാളയാണോ പൊരി, ആ കാണുന്നത് ഇവിടുത്തെ എന്തോ ലസ്സി അങ്ങനത്തെ എന്തോ ഡ്രിങ്ക് ആണ് കേട്ടോ. ആ കാണുന്ന സാധനം എന്തോ വലിയ പുഴ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അടിപൊളി. ഈ കാണുന്നതാണോ പുഴ? ഈ വെള്ളം ഇതെല്ലാം മലയിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ് കേട്ടോ. നമ്മുടെ സ്പ്രിങ്ങിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ്. ഇവിടെ അതിൻ്റെ കൂടെ തന്നെ കാറ് കഴുകുന്ന ഭാഗങ്ങളാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല മലനിരകൾ കേട്ടോ ഈ കാണുന്നത്. നോക്കിയേ, നല്ല മലനിരകൾ, അടിപൊളിയാണ് ഫുള്ള്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കുന്ദൂസ് പ്രൊവിൻസിൽ വരുന്ന ഒരു സ്ഥലങ്ങളാണ് കേട്ടോ ഈ മലനിരകളെല്ലാം. ഭക്ഷണം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദിസ് ബ്രോ? ബട്ടർ മിൽക്ക്. നമ്മുടെ ബട്ടർ മിൽക്ക്, പിന്നെ എണ്ണ കേട്ടോ, ഫുള്ള് എണ്ണ ഇട്ടുള്ള ഇത് ചപ്പാത്തി, റൊട്ടിയാണ് കേട്ടോ. റൊട്ടിയും പേടി കേട്ടോ. ഞാനിത് കഴിച്ചിട്ട് വല്ല വരുമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് എനിക്ക് മെഡിസിൻ കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ മതിയെന്ന് കേട്ടോ. അവരെല്ലാം അല്ലാതെ തന്നെ കഴിക്കുന്നു. നമ്മളങ്ങനെ ചെക്ക് പോയിന്റ് ഓരോന്നായിട്ട് കടന്ന് പോവാണ് കേട്ടോ. നമുക്കും ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേപ്പർ കാണിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, കാരണം ഇവരിതിൻ്റെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഇവർക്കൊരു പേപ്പർ ഉണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, വേറെ ലെവൽ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കേ മലകൾ ഇവിടത്തെ. ചെക്ക് പോയിന്റ് വരുമ്പോ നമ്മള് പാട്ടൊക്കെ അണയ്ക്കും കേട്ടോ. പാട്ടും ശബ്ദമൊക്കെ അണയ്ക്കും. അല്ലാത്ത സമയത്ത് ഫുള്ള് ഇവിടെ പാട്ടും ഇതൊക്കെയാ. പക്ഷെ കാണാനുള്ള രസങ്ങള് ഫുള്ള് പാടങ്ങളാണ് കേട്ടോ. ഫുള്ള് പാഡി ഫീൽഡ്സാ. നമ്മളങ്ങനെ തലേഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു വലിയൊരു ടൗൺ ആണ് കേട്ടോ. വലിയൊരു ടൗൺ ആണ് കാണുന്നത്. നമ്മുടെ തലേഹാനിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പുഴ. പുഴയിൽ കുളിക്കുന്ന കുറേ കുട്ടികളെ കാണാൻ സാധിക്കും. അവിടെ അവര് ട്രക്ക് കഴുകുന്നു. ഇത് ഇത്രയും വലിയൊരു പുഴയാണ് കേട്ടോ. പക്ഷെ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. വെള്ളം വളരെ കുറവാണ്. ട്രക്കുകളെല്ലാം അവിടെ കൊണ്ടിട്ടൊക്കെയാണ് കഴുകാനൊക്കെ ആയിട്ട്. പുറകിലായിട്ട് മലനിരകളാണ്. ഇവിടെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ ടൗണിലൂടെ ടൗണല്ല കേട്ടോ, ഇത് ആക്ച്വലി വലിയൊരു സിറ്റിയാണ്. ഇവിടെ നമ്മുടെ ബ്രെഡ്, ഞാണ്, ഇവിടെ ഐസ്ക്രീം, ഇവിടെ നമ്മുടെ ഫ്രഷ് വെജിറ്റബിൾസ്, പിന്നെ എല്ലായിടത്തും നമ്മുടെ TVSന്റെ ഓട്ടോ കാണാനായിട്ട് സാധിക്കും. ഓ, ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ മാർക്കറ്റ്.
മുന്തിരിക്കടകൾ, ഇങ്ങനെ കുറേ ഇങ്ങനെ ലോക്കൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്തെല്ലാം. കാണുന്ന ഇവിടെയുള്ള സ്ത്രീകൾ കണ്ടില്ലേ, തജിക്ക് വംശജരാണ് കേട്ടോ ഈ കാണുന്ന സ്ത്രീകൾ. മാത്രമല്ല ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം നല്ല പൊക്കമുണ്ട് കേട്ടോ. സ്ത്രീകൾക്കെല്ലാം നല്ല പൊക്കമുള്ള സ്ത്രീകളാണ്. പുള്ളിക്കാരിയുടെ പൊക്കം അഫ്ഗാനിസ്ഥാനില് അവരുടെ പൊക്കം വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ള സ്ത്രീകൾ കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. ഈ സ്ത്രീക്ക് തന്നെ കണ്ടില്ലേ. നമ്മള് മലകളൊക്കെ താണ്ടി നമ്മുടെ തരിഖാൻ എന്ന് പറയുന്ന പ്രൊവിൻസിലോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ വേറൊരു സ്ഥലത്തിലാണ് കേട്ടോ വന്നത്. ഈ കാണുന്നത് ഒരു രാത്രിയുള്ള ഒരു നൈറ്റ് ബസാറാണ്. ഇവിടെ കുറേ കടകളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. നമ്മൾ വന്നത് ഫുള്ള് മലകൾ ഇറങ്ങിയാണ്. എല്ലാ കടകളിലും ഇവരുടെ പുതിയ ഫ്ലാഗൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും നമുക്ക് വലിയ ഫ്ലാഗുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ അരി, ഈ കാണുന്ന നമ്മുടെ കുറുതാണ് കേട്ടോ. കുറുതൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഇത് പംകിൻ്റെ എന്തോ സീഡാണ്. പല സീഡുകൾ, മുന്തിരി, പിന്നെ മുട്ടായി, അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് മലയും ഫുള്ള് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് ആണുങ്ങളുടെ മാത്രം സെക്ഷനാണ് ഇവിടെ, ആണുങ്ങൾ മാത്രം. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എല്ലാവരും കൂടെ. ഇവിടെ ഫുഡ് ഓരോന്നായിട്ട് വരുന്നു. വന്നതേ ഉള്ളൂ കേട്ടോ, വാരി എടുക്കുന്ന കേട്ടോ. ഇവിടെ കബാബ്, മീറ്റ്, എന്തൊക്കെയുണ്ട് കേട്ടോ, കുറേ ഫുഡുണ്ട്. ഫുഡ് നമ്മളിവിടെ കഴിച്ചതിന് 4820 കാബൂളി, അത് അഫ്ഗാനി മണിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ഒരു ഏകദേശം എനിക്കൊന്ന് 9000 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. 8000 രൂപയെങ്കിലും മിനിമം. കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. മുകളിലോട്ടൊക്കെ ഹോട്ടലും റെസ്റ്റോറൻറ്റൊക്കെയാണ്. ഇവിടെ പുഴ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് മറ്റൊരു ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു ഹോട്ടൽ ഇവിടെ ആണ് കേട്ടോ. കിടക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. തൊട്ടടുത്ത് അരുവിയുണ്ട്. ഈ എന്ത് മനോഹരം നോക്കിക്കേ, രാത്രി അടിപൊളി കേട്ടോ. ഇവിടെ ഈ കാണുന്ന പുഴയാ, കുഞ്ഞു പുഴ. ഇവിടെ എല്ലാം ഇതുപോലെല്ലാം കാണുന്നത് കിടക്കാനുള്ള റൂമുകളാണ്. കിടക്കുന്നതെന്നെല്ലാം ഇതുപോലത്തുള്ള ഇതിൻ്റെ അകത്തൊന്ന് കിടക്കും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. നേരെ പോയി ഇറങ്ങിയാൽ മറ്റൊരു പുഴ. അത് ഇതിൽ നിന്നെന്താ ഒഴുക്കളാ. ഓ എൻ്റെ അമ്മോ, അത് വലിയ പുഴയാണ്. സോ നേരായിട്ട് നമ്മൾ പല ഹോട്ടലുകൾ കയറി ഇറങ്ങി നടക്കുക. ഇതുപോലെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് എത്തിയിട്ട് വേണം ഒന്ന് കിടക്കാനായിട്ട്. നമ്മൾ അവിടെ നിന്നും വിട്ട് അടുത്ത ഹോട്ടൽ തേടി അടുത്ത സ്ഥലത്തോട്ട് വരുവാണ്. അവർ പോയി നോക്കുവാണ്, നമ്മൾ വേറെ ഹോട്ടലിൽ പോയി നോക്കാൻ പോകുന്നു.